ആർക്കിടെക്ചർ ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം. ഓവറോൾ ആർക്കിടെക്ചർ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ 3 ലെവൽസ്. അപ്പോൾ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഇൻ്റർനെറ്റിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഒന്ന് ബാക്ക് ബോൺ ISP. ബാക്ക് ബോൺ ISP എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. പിന്നെ റീജിയണൽ ISP, പിന്നെ ക്ലയൻറ്റ്. അതിനിടയ്ക്ക് ലോക്കൽ ISP വരുന്നുണ്ട്, അതും റീജിയണലിൻ്റെ ഒരു സബായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പറയാം. ഡാറ്റാ സെൻറ്റർ ഇവിടെ, അതിനകത്തേക്കാണ് നമ്മുടെ മെയിൻ ബാക്ക് ബോൺ ISP. ബാക്ക് ബോൺ ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. പല കൺട്രികളും, അതായത് വേൾഡ് വൈഡ് മൊത്തമായിട്ടുള്ള കണക്ഷൻസ് ആയിരിക്കും ഈ ബാക്ക് ബോൺ ISPക്കകത്ത് ഉണ്ടാവുക. ഇതിനകത്തുള്ള പരസ്പരം കണക്ഷൻ വരുന്നത് ഓരോ കൺട്രികളിലും ഉള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആവാം, ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആവാം. അങ്ങനെ കൺട്രികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ ബാക്ക് ബോൺ ISP വരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ISP ആയിട്ട് എന്താണ് നമ്മുടെ റീജിയണൽ ISP കണക്ട് ചെയ്യും. റീജിയണൽ ISP എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഓരോ സബ് ഡിവൈഡ് ആയിട്ടില്ല, ഓരോ കൺട്രീനകത്ത് സബായിട്ട് വരുന്ന മറ്റുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് റീജിയണൽ ISP എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് നേരിട്ട് ഓരോ കമ്പനികളൊക്കെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴി, അതായത് BSNL പോലെയുള്ള, അതൊക്കെ റീജിയണൽ ISP എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ആണ് മറ്റൊരു ലോക്കൽ ISP ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ വയർലെസ് വഴി ഡയറക്റ്റ് ആയിട്ട് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നതും കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ട്. ചില സിറ്റികളിലൊക്കെ കാണാൻ പറ്റും മൊത്തം വയർലെസ് ആക്കി വെച്ചിട്ടുള്ള ഏരിയ. ഇപ്പോൾ നമ്മുടെ ബസ്സിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ ചില ഏരിയ മൊത്തം വയർലെസ് കണക്ടിവിറ്റി ഉണ്ടാവും, ഒരു ടൗണ് മൊത്തമായിട്ട്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് ഈ ബാക്ക് ബോൺ ISPക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതല്ല, പകരം അതിനിടയിൽ ലോക്കൽ ISP, റീജിയണൽ ISP, പിന്നെ അതിനുശേഷമാണ് ബാക്ക് ബോൺ ISP, അതായത് ഇൻ്റർനാഷണൽ ലെവലുള്ള ISP ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബാക്ക് ബോൺ ISP വഴിയാണ് ഡാറ്റയൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ. ബാക്ക് ബോൺ ISP Internet Service Provider are the large international backbone network. They are equipped with thousands of routers and store enormous amounts of information and data centers connected through high bandwidth fiber optic links. Okay, പരസ്പരം വളരെ ഫൈബർ ഒപ്റ്റിക് വഴിയായിട്ടും അതല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴിയായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഡാറ്റാ സെൻറ്ററും അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കാണ് ഈ ബാക്ക് ബോൺ ISP എന്ന് പറയുന്നത്. അവിടെ തൗസൻഡ്സ് ഓഫ് റൗട്ടേഴ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഒരുപാട് ഡാറ്റയും പിന്നെ റൗട്ടറുകളും കണക്ടിവിറ്റിയും ഒക്കെ ചേർന്നതാണ് ഈ ബാക്ക് ബോൺ ISP എന്ന് പറയുന്നത്. അതാണ് മെയിൻ. എല്ലാ നെറ്റ്വർക്കിനെയും അതുവഴിയാണ് ലിങ്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ എവരി വൺ നീഡ്സ് ടു കണക്ട് വിത്ത് ബാക്ക് ബോൺ ISP ടു ആക്സസ് ദ എൻറ്റയർ ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി എന്തെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും ഡാറ്റ ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ ഈ ബാക്ക് ബോൺ ISP വഴിയാണ് നമ്മളെ നെറ്റ്വർക്കിലെ ഡാറ്റ പോകുന്നതും വരുന്നതൊക്കെ. There are different ways to which local client can be connected to the ISP. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. DSL നെറ്റ്വർക്ക്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈന്, അതായത് നമ്മളെ ടെലിഫോൺ ലൈന് ആയിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത്, ഒരു ഇൻ ബിറ്റ്വീൻ ഡിവൈസ് ആയിട്ട്. ഓക്കെ, ടെലിഫോൺ ലൈനിൽ നിന്ന് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് മോഡം റൗട്ടർ അല്ലെങ്കിൽ ADSL റൗട്ടർ, അതിനകത്തോട്ട് കൊടുക്കും. അവിടുന്ന് വീണ്ടും നമ്മൾ
സ്വിച്ചിലോട്ടോ അല്ലെങ്കിൽ നേരിട്ട് കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെലിഫോൺ ലൈൻ വഴിയാണ് ഈ ടോട്ടൽ ഇൻ്റർനെറ്റുമായിട്ട് ലിങ്ക് ആവുന്നത്. ഓക്കെ, അതാണ് DSL മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഡയലപ്പ്, ഇതിലും ഡയലപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഡയലപ്പ് മോഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സാറ്റലൈറ്റ് വഴിയുള്ള കണക്ഷൻ വരുന്നുണ്ട് ഇൻ്റർനെറ്റുമായിട്ട്. കേബിൾ TV ചാനൽ, ഈ കേബിൾ TV ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യ TV, ഏഷ്യാനെറ്റ് ചാനൽ അതുപോലുള്ള ചാനലല്ല ഉദ്ദേശിച്ചത്. ഏഷ്യാനെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്ത് ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ബാൻഡ് വിഡ്ത്തും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ യൂസബിൾ അല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ബാൻഡ് വിഡ്ത്തിൽ ആണ് ഈ ഇൻ്റർനെറ്റ് സിസ്റ്റം, അതായത് ഇൻ്റർനെറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫൈബർ കണക്ടിവിറ്റിയാണ്. ഫൈബർ ടു ദ ഹോം, FTTH, ഫൈബർ ടു ദ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ട് ഫൈബർ കണക്ഷൻ തന്നെയാണ് അതിൽ റീജിയണൽ ISP എന്ന് നേരിട്ട് വരുന്നത്. ഇൻബിറ്റ്വീനായിട്ട് നമ്മൾ മോഡം, ഡയലപ്പ് കണക്ഷൻ, ടെലിഫോൺ ലൈൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ FTTHനകത്ത് നല്ല ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് യൂസ് ഓപ്റ്റിക്കൽ ഫൈബർ ഫോർ ട്രാൻസ്മിഷൻ ഡാറ്റ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നല്ല ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ നവഡേയ്സ് ഇൻ്റർനെറ്റ് ആക്സസ് ഈസ് ഡൺ ത്രൂ വയർലെസ് കണക്ഷൻ ടു ദ മൊബൈൽ ഫോൺ ഫ്രം ഫിക്സഡ് സബ്സ്ക്രൈബർ ടു ട്രാൻസ്മിറ്റ് ഡാറ്റ വിത്തിൻ എ കവറേജ് ഏരിയ. അത് ഞാൻ പറഞ്ഞു നേരത്തെ, സിറ്റികളിലും ഒക്കെ ചില ഡയറക്റ്റായിട്ട് ഈ മൊബൈലിലേക്ക് വയർലെസ് കണക്ടിവിറ്റി കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡറുകളും അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. നമ്മൾ DHCP പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു ഡൊമൈൻ നെയിം സിസ്റ്റം എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു ഓൾറെഡി. അതായത് ഒരു ടെലിഫോൺ ഡയറക്ടറി പോലെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ DNS, അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ google.com എന്നുള്ള ഒരു വെബ്സൈറ്റാണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മോസില്ല ഫയർഫോക്സിൻ്റെ ഒരു ഐക്കണാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്ത് മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു, അതായത് ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമുക്ക് വേണ്ട ഡാറ്റ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെന്ന് കരുതാം. അപ്പോൾ നമ്മളിവിടെ കീബോർഡിൽ ഈ ബ്രൗസറായിട്ടുള്ള ഫയർഫോക്സ് ഓപ്പൺ ചെയ്തിട്ട് facebook.com അല്ലേ, www.facebook.com എന്ന് ടൈപ്പ് ചെയ്യും. പക്ഷേ ഈ facebook.com എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു വെബ്സൈറ്റിൻ്റെ പേജാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വെബ്സൈറ്റിനകത്ത് ഹോം പേജ് കാണിച്ചു തന്നു, അതിനുശേഷം ഓരോരോ പോസ്റ്റിൻ്റെ പേജ് കാണിച്ചു തന്നു, ഡയറക്ടറി സബ് ഡയറക്ടറി ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സെർവറിനകത്ത് സേവ് ആയിട്ട് കിടക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജാണ്. അങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടറുകളും മറ്റുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ സെർവർ എന്ന് പറയുന്നത്. 1-2 കമ്പ്യൂട്ടറുകളല്ല, ചിലപ്പോൾ കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ചേർന്നതായിരിക്കും ഫേസ്ബുക്കിൻ്റെ ഒക്കെ സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഫേസ്ബുക്ക് എന്നുള്ള സെർവർ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. അതുമാത്രമല്ല ഫേസ്ബുക്കിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ സെർവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിൽ ഏത് സെർവറിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ facebook.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ്സ്, അതായത് facebook.com എന്നുള്ളത് ബ്രൗസർ എന്ത് ചെയ്യുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം സെർവറിലേക്ക് DNS സെർവറിലേക്കാണ് ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ facebook.com എന്നുള്ള ആ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഡൊമൈൻ നെയിം സെർവറിലേക്കാണ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം സെർവറിനകത്ത് ഒരുപാട് വെബ്സൈറ്റുകളുടെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ്, ഗൂഗിളിൻ്റെ IP അഡ്രസ്സ്, യൂട്യൂബിൻ്റെ IP അഡ്രസ്സ്, കമ്പ്യൂട്ടർ ടിപ്സ് ലൈജുവിൻ്റെ IP അഡ്രസ്സ്, അങ്ങനെ എന്ന് വേണ്ട കോടിക്കണക്കിന് IP അഡ്രസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ
പേരും, അതായത് google.com എന്നുള്ള പേര് ഈക്വൽ ടു ദിസ് IP അഡ്രസ്. അങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് DNS സെർവറിനകത്ത്. അപ്പോൾ നമ്മൾ facebook.com എന്നുള്ള സെർവറിൻ്റെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം സെർവർ സിസ്റ്റം എന്താണ് തിരിച്ചിട്ട് നമ്മുടെ ബ്രൗസറിന് ഈ IP അഡ്രസ്സ് കൊടുക്കും. ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു IP അഡ്രസ്സ് കൊടുക്കും. ആ IP അഡ്രസ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസർ, അതായത് ഗൂഗിൾ ക്രോമിലാണ് വരുന്നത്. അതായത് 7th ലെയർ, അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്ന ബ്രൗസറിനകത്താണ് വരുന്നത്. അപ്പോൾ ആ ബ്രൗസർ വീണ്ടും എന്ത് ചെയ്യും, ഈ IP അഡ്രസ്സ് ഇതിനകത്ത് ഇപ്പോൾ 12.45.56.67 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറാണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞത്, example.com. ഓക്കെ, അപ്പോൾ ആ ഒരു IP അഡ്രസ്സ് വെബ് സെർവറിലേക്ക് സെർച്ച് ചെയ്യും. വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും, അതായത് വെബ്സൈറ്റിലെയും പേജുകൾ ഒരു കമ്പ്യൂട്ടറിനകത്താണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു കൂട്ടമാണ് വെബ് സെർവർ മൊത്തം. ഓക്കെ, അപ്പോൾ മൊത്തം ഇങ്ങനെ വെബ് സെർവറിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു IP അഡ്രസ്സ്, അതായത് ഫേസ്ബുക്ക് എന്നുള്ള കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സാണിത്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലൊക്കേഷനിൽ ഈ IP അഡ്രസ്സ് മുഖേന എത്തും. അതന്നെയാണ് നമ്മൾ എന്താണ് ഈ നെറ്റ്വർക്ക് ലെയറും ഇൻ്റർനെറ്റ്, അതായത് TCP/IP, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലെയർ, അങ്ങനെയുള്ള ലെയറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഈ വെബ് സെർവറിനകത്തുനിന്ന് ഒരു ഡാറ്റ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പേജ്, ഫേസ്ബുക്കിൻ്റെ ഹോം പേജ് തിരിച്ചെന്ത് ചെയ്യും, ഈ വെബ് സെർവർ നമ്മുടെ ഫയർഫോക്സിലോട്ട് സെൻഡ് ചെയ്യും. ആ ഒരു ഡാറ്റ നമുക്ക് നമ്മളെ സ്ക്രീനിൽ ഒരു HTML പേജായിട്ട് നമുക്ക് വിഷ്വലായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കാണും. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് കീബോർഡിൽ facebook.com എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഡൊമൈൻ നെയിം സെർവറിനകത്തോട്ട് ആ ഒരു പേര് പോയി, പകരം അവിടെ നിന്ന് ഒരു നമ്പർ വന്നു. ആ നമ്പർ വീണ്ടും സെർച്ച് ചെയ്തു വെബ് സെർവറിനകത്ത്, അവിടുന്ന് അതിൻ്റെ ഡാറ്റ കിട്ടി. ആ ഡാറ്റ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഒരു ബ്രൗസർ അല്ലെങ്കിൽ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ട്രാൻസ്ലേറ്റ് ഡൊമൈൻ നെയിം ഇൻ ടു IP അഡ്രസ്. ഓക്കെ, നമ്മൾ അടിച്ച facebook.com എന്നുള്ള ആ പേരിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡൊമൈൻ നെയിം സെർവറിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒക്കെ IP അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണ്. അതിന് പകരം നമ്മൾ നെയിമുകൾ ഓർത്ത് വെക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഡൊമൈൻ നെയിം നമ്മൾ ഓർത്ത് വെക്കും. ഗൂഗിൾ എന്നുള്ള പേര് ലോകത്തുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയുന്ന ഓർമ്മയിൽ നിൽക്കുന്ന നമ്പർ, ആ പേരാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡൊമൈൻ നെയിമിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, എല്ലാത്തിനും റൂൾ ഉണ്ടല്ലോ, നമ്മൾ ആ പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഡൊമൈൻ നെയിമിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ HTTP എന്ന് തുടങ്ങുന്ന ആണ് ഇത് വരുന്നത്. ഇതിൽ ഫസ്റ്റിലത്തെ HTTP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പ്രോട്ടോക്കോളാണ് അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ HTTP പ്രോട്ടോക്കോളാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് 2 ഡോട്ട്, 2 ഫോർവേഡ് സ്ലാഷ്, പിന്നെ www എന്നുള്ളത്. അതിനുശേഷം വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ, റൂട്ട് ഡൊമൈന്, പിന്നെ .com എന്നുള്ളത് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. പിന്നെ സബ് ഡയറക്ടറി ഉണ്ടെങ്കിൽ അങ്ങനെ, ലാസ്റ്റ് പേജിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ google.com എന്നുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ മൊത്തത്തിൽ ഡൊമൈൻ നെയിം എന്ന് പറയും. google.com എന്നുള്ളതാണ് അതിൻ്റെ ഡൊമൈൻ. ഓക്കെ എന്ന് പറയും. അതിനുശേഷം അതിന് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതിൽ സബ് ഡൊമൈന്, റൂട്ട് ഡൊമൈൻ, ടോപ്പ് ലെവൽ ഡൊമൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ഈ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നതാണ് ഈ .com, അതുപോലെ തന്നെ .net, .org, .biz അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കുറേ ഡൊമൈനുകളുണ്ട്. അത് പല ടൈപ്പായിട്ട് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
അതായത് ജനറൽ ടോപ്പ് ലെവൽ ഡൊമൈനും പിന്നെ കൺട്രി ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതായത് .in പിന്നെ .ca എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് DE എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് ഡെൻമാർക്ക്, കാനഡ, ഇന്ത്യ അങ്ങനെയുള്ള കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള ഡൊമൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ആമസോണിൻ്റെ ആണെങ്കിൽ നമ്മൾ amazon.in ആണ് കാണിക്കുക ഇന്ത്യയിലുള്ള. amazon.com എന്ന് ടൈപ്പ് ചെയ്താൽ അത് അമേരിക്കയിലുള്ള ആമസോണിലേക്കാണ് പോവുക. അപ്പോൾ അതിൽ ഈ .com എന്നുള്ളത് അതിനനുസരിച്ച്, അതായത് ടോപ്പ് ലെവൽ ഡൊമൈനനുസരിച്ചും എന്താണ് ഏത് സെർവറിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ഇവിടെ .in പകരം .com അടിച്ചു കഴിഞ്ഞാൽ US ഏരിയ, അതായത് വേൾഡ് വൈഡ് ആയിട്ട് സെർച്ച് ചെയ്യും. .in ആണെങ്കിൽ ഇന്ത്യയിലുള്ള സെർവറിൽ മാത്രമാണ് സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൊമൈൻ നെയിംസ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് നെറ്റ്വർക്കിംഗ് കണ്ടക്സ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക് നെയിമിംഗ് ആൻഡ് അഡ്രസ്സിംഗ് പർപ്പസ്. ഇപ്പോൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിംഗ് പർപ്പസിന്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡൊമൈൻ നെയിംസ് യൂസ് ചെയ്യുന്നത്. ഇൻ ജനറൽ, a domain name identifies a network domain or it represents an internet protocol resource such as personal computer used to access internet or server computer. ഇതാണ് പറഞ്ഞത് സെർവർ കമ്പ്യൂട്ടർ ഹോസ്റ്റിംഗ് എ വെബ്സൈറ്റ്. അപ്പോൾ എൻ്റെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ടിപ്സ് ലൈവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തു. കമ്പ്യൂട്ടർ ടിപ്സ് ലൈവ് എന്ന് പറഞ്ഞ ഒരു വെബിൽ ഒരു സ്പേസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അത് ആ കമ്പ്യൂട്ടർ നമ്മുടെ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന godaddy.com പിന്നെ അങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ട്. അതിൽ നമുക്ക് എന്താണ് കുറച്ച് സ്പേസ് കിട്ടും. നമ്മുടെ ഫയൽ, നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഫയൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കിട്ടും. അതിന് നമ്മൾ വർഷത്തിൽ ഒരു എമൗണ്ട് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ കമ്പനിക്ക് ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് ആ വെബ്സൈറ്റിൽ കിട്ടും. ഹാർഡ് ഡിസ്കിലൊക്കെ അല്ല, ചെറിയൊരു സ്പേസ് പോലെ. അപ്പോൾ അവിടത്തേക്കാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സേവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ആ കമ്പ്യൂട്ടറിൽ ആ ഒരു സ്പേസിൻ്റെ അഡ്രസ്സാണ് ഈ നെറ്റ്വർക്ക് ഡൊമൈൻ അല്ലെ ഡൊമൈൻ നെയിമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ID ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. A server computer hosting a website or a website itself or any other service communicated via internet. Other service communicated via internet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് സോഫ്റ്റ്വെയറുകൾ, ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, അതൊക്കെ അതിനൊക്കെ ഈ ഡൊമൈൻ നെയിമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, ഡൊമൈൻ നെയിംസ് ആർ ഫോർമഡ് ബൈ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഡൊമൈൻ നെയിം സിസ്റ്റം. അപ്പോൾ ഈ ഡൊമൈൻ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞ ആ ഒരു അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. DNS എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം അനുസരിച്ചാണ് ഡൊമൈൻ നെയിമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് കുറേ റൂളുണ്ട് എന്തൊക്കെ പോർഷൻ വേണമെന്നുള്ള. അതായത് www വേണം, HTTP എന്നുള്ള പോർഷൻ വേണം, ലാസ്റ്റ് ഡോട്ട് വേണം, കോം വേണം, അല്ലെങ്കിൽ IN വേണം, അങ്ങനെയുള്ള റൂൾസ് ഉണ്ട്. എനി നെയിം രജിസ്റ്റേർഡ് ഇൻ ഡൊമൈൻ നെയിം സിസ്റ്റം ഈസ് എ ഡൊമൈൻ നെയിം. ഓക്കെ, ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പേരാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം ആർ ഓർഗനൈസ്ഡ് ഇൻ സബ് ഡൊമൈൻ ഓഫ് ദ DNS റൂട്ട് ഡൊമൈൻ വിച്ച് ഈസ് നെയിംലെസ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് en.wikipedia.org എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ നെയിം. ഓക്കെ, വെബ്സൈറ്റിൻ്റെ അഡ്രസ് en.wikipedia.org. അതിൻ്റെ ഡൊമൈനിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ആണ് TLD അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, അതിന് ഏറ്റവും മുകളിൽ വരുന്ന ഈ ഡോട്ട് എന്ന് പറയുന്നത് ശരിക്കും അതിന് പേരില്ല. ഓക്കെ, ആക്ച്വലി ഇതിന് പേരില്ലാത്ത ഒരു ഡൊമൈനാണ്. ഓക്കെ, അതിന് ട്രെയിലർ പീരീഡ് എന്നൊരു പേരുണ്ട്. ട്രെയിലിംഗ് പീരീഡ്. അതിന് ഈ ഒരു ഡോട്ടിന് ട്രെയിലിംഗ് പീരീഡ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ താഴെയുള്ള ഈ .com
അതായത് ORG, നെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ, TLD എന്ന് പറയും. ഓക്കെ, TLD അതായത് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ english.wikipedia.com, അപ്പോൾ ഈ ഓരോന്നിനും ഇടയിൽ ഒരു ഡോട്ട് ഉണ്ടാവും. അതായത് ഓരോ നെയിമിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഡോട്ട് ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം ലാസ്റ്റ് ഒരു ഡോട്ടും കൂടെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല ലാസ്റ്റിലത്തെ ഡോട്ട്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള en.wikipedia.org എന്നുള്ള അത് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. en.wikipedia.org അതാണ് ശരിക്കുള്ള ഫുള്ളായിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡൊമൈൻ നെയിം, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം ആണെന്നാണ് എനിക്ക് പറയുക. ഈ ഡോട്ട് അടക്കം ചേർന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സിൻടാക്സ് ആണിത്. ഹോസ്റ്റ് നെയിം ഡോട്ട് ഡൊമൈൻ ഡോട്ട് ടോപ്പ് ലെവൽ ഡൊമൈൻ ഡോട്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ www വേണം, ഗൂഗിൾ വേണം, ഡോട്ട് വേണം, കോം വേണം. ഓക്കെ, www.google.com. ആ ഒരു രീതിയിലായിരിക്കും ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഡോട്ട്, അതായത് ട്രെയിലിംഗ് ഡോട്ടാണിത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്നത് .com അല്ലെങ്കിൽ .org.net UK. .UK എന്ന് പറയുന്നത് കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള ഡൊമൈനാണ്. ഓക്കെ, അപ്പോൾ അതായത് ജനറിക് ഡൊമൈനാണ് വരുന്നത് ഏത്? .com, .edu, .mil, .org. ഇപ്പോൾ .com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൊമൈനാണ് .com. ഓക്കെ, അത് ജനറിക് ഡൊമൈനിൽ പെടുന്നതാണ്. ഒരു വെബ്സൈറ്റിൻ്റെ ലാസ്റ്റ് .com എന്നാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്, അതൊരു ജനറിക് ഡൊമൈനാണ്. അതുപോലെ തന്നെ .edu എന്നാണെങ്കിൽ അത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡൊമൈനാണ്. അതുപോലെ മിലിറ്ററി പർപ്പസിനാണ് MIL എന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് .org യൂസ് ചെയ്യുന്നത്. ഓക്കെ, .org എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൊമൈൻ നെയിമാണ്. .net എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ തന്നെയാണ്. ഇതൊക്കെയാണ് എന്താണ് ജനറിക് ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, പിന്നെ വരുന്നത് കൺട്രി ഡൊമൈന്. അതിലൊന്നാണ് എക്സാമ്പിൾ .in, .us, .uk അങ്ങനെയുള്ള ലാസ്റ്റ് വരുന്ന കൺട്രി ഡൊമൈന് വരും. പിന്നെ ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ പേജ് കണ്ടുപിടിക്കുന്നത് ഒരു പേര് സെർച്ച് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് സെർച്ച് ചെയ്തിട്ടാണ് നോർമലായിട്ട് ഡൊമൈൻ നെയിം ക്വറി അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിന് ക്വറി എന്ന് പറയും, ഡൊമൈൻ നെയിം ക്വറീസ്, എൻക്വയറി. ഓക്കെ, പക്ഷേ ഈ ഇൻവേഴ്സ് ഡൊമൈൻ നെയിമിൻ്റെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വരുന്നത്? അതിന് ഒരു IP ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. IP കൊണ്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡൊമൈൻ നെയിം ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. അത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, in other words, a user has IP address and he want to find out the fully qualified domain name corresponding to that IP address. ഇതാണ് ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ google.com എന്നാണല്ലോ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ NS ലുക്കപ്പ് എന്നുള്ള കമാൻഡ് വെച്ചിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് കമാൻഡ് പ്രോംപ്റ്റിൽ ns_lookup.www.google.com എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കമാൻഡ് പ്രോംപ്റ്റ് NS_lookup www.google.com. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 142 250 196 36 എന്നുള്ളൊരു നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനിടയ്ക്ക് സ്പേസ് ഒന്നും വരണ്ട.
36 അല്ലേ. എൻ്റർ അടിച്ച് നോക്കുക, ഗൂഗിൾ തുറക്കുമെന്നല്ലേ. കണ്ടില്ലേ, ഗൂഗിൾ തുറന്നു വരുന്നുണ്ട്. കണ്ടില്ലേ, ഞാനിവിടെ എന്താണ് ഈ ഒരു അഡ്രസ്സിന് പകരം google.com പകരം ഈ 142.250 196.36 അങ്ങനെയാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് ഗൂഗിൾ തുറന്ന് കിട്ടുന്നു. ഓക്കെ, അതാണ് ഗൂഗിളിൻ്റെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു അഡ്രസ്സ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ ഈ NS ലുക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്തും വേറെ വേറെ IP നമ്പർ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഗൂഗിളിന് കുറേ ഹോസ്റ്റിംഗ് സെർവറുകൾ കുറേ ഉണ്ട്. 1 2 1 അല്ല, നിറയെ ഹോസ്റ്റിംഗ് സെർവറുകളുണ്ട്, ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലെ ഫയലായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ചില നമ്പർ ഈ രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഗൂഗിൾ പേജ് തുറന്നൊന്നും വരില്ല, ചില നമ്പറൊക്കെ തുറക്കും. അപ്പോൾ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിൽ പറഞ്ഞുതരാം. FQDN, അതായത് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഡൊമൈൻ നെയിം ദാറ്റ് ഐഡൻറ്റിഫൈസ് എ ഹോസ്റ്റ് ഓർ സെർവർ. അപ്പോൾ ഇത് മോസ്റ്റ് കംപ്ലീറ്റ് ഡൊമൈൻ നെയിമാണ് കേട്ടോ. ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൊമൈൻ നെയിം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഹോസ്റ്റ് നെയിം ഡോട്ട് ഡൊമൈൻ നെയിം ഡോട്ട് ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം ഡോട്ട്. അതായത് ഇതിനകത്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേര് തന്നെയാണ് കൊടുത്തത്. ഫോർ എക്സാമ്പിൾ www.computertipsliju.com. ഇതാണ് ശരിക്കും FQDN, അതായത് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം. സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഹോസ്റ്റ് നെയിം, ഇതിനകത്തൊരു ഹോസ്റ്റ് നെയിം ഉണ്ട്. അതായത് ഇവിടെ www എന്നുള്ളതാണ് ഹോസ്റ്റ് നെയിം, വേൾഡ് വൈഡ് വെബ്. പിന്നെ കമ്പ്യൂട്ടർ ടിപ്സ് ലൈജു എന്നുള്ളതാണ് ഇതിൻ്റെ സെക്കൻഡ് ലെവൽ ഡൊമൈൻ. ഓക്കെ, സെക്കൻഡ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടിപ്സ് ലൈജു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ google.com എന്നാണെങ്കിൽ ഗൂഗിൾ എന്നുള്ളതായിരിക്കും അതിൻ്റെ സെക്കൻഡ് ലെവൽ ഡൊമൈന്. ആൻഡ് കോം എന്നുള്ളതാണ് അതിൻ്റെ ടോപ്പ് ലെവൽ ഡൊമൈൻ. ഓക്കെ, .com ആണ് ഇതിൻ്റെ ടോപ്പ് ലെവൽ ഡൊമൈൻ. ഈച്ച് ലേബൽ ഈസ് സെപ്പറേറ്റഡ് ബൈ എ പീരീഡ് ആൻഡ് ഫൈനൽ പീരീഡ് വാട്ട് ഈസ് റെഫർ ടു ആസ് ദ ട്രയലിംഗ് പീരീഡ്. ഇപ്പോൾ ഇതിനകത്ത് ഓരോ സെക്ഷനും കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഓരോ ലേബലും അത് കമ്പ്യൂട്ടർ ടിപ്സ് ആയിരുന്നു കംപ്ലീറ്റ് എഴുതിയത് കൊണ്ടാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലിങ്കിലോട്ട് പോകുന്നത് കേട്ടോ. ഇതൊരു ഹൈപ്പർ ലിങ്കാണ്. ഹൈപ്പർ ലിങ്ക് ആയതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ മൗസ് അവിടേക്ക് വെക്കുമ്പോൾ ഒരു വിരലിൻ്റെ ഒരു കൈയിൻ്റെ ചിത്രം അവിടെ വരുന്നത്. കാരണം ഇതൊരു www.domainname.com എന്നുള്ള ഒരു ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ലിങ്കാണ്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഹൈപ്പർ ലിങ്കായിട്ട് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ടിപ്സ് ലൈജു എന്നുള്ളത് സെക്കൻഡ് ലെവൽ ഡൊമൈനാണ്. .com എന്നുള്ളത്, അതിൽ കോം എന്നുള്ളത് ടോപ്പ് ലെവൽ ഡൊമൈനാണ്. പിന്നെ ഓരോ ലേബലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് എന്ന് യൂസ് ചെയ്യും. പക്ഷേ ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഡോട്ടാണ് എന്ത് ട്രയലിംഗ് പീരീഡ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ www ഒന്നും കൊടുക്കാതെ വെറും കമ്പ്യൂട്ടർ ടിപ്സ് ലൈജു.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം അല്ല. ഓക്കെ, കാരണം അതിനകത്ത് www എന്നുള്ള ഹോസ്റ്റ് പാർട്ട് ഇല്ല. അതുപോലെ തന്നെ എൻഡ് പീരീഡ് .com കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡോട്ടും കൂടെ ഇല്ല. അപ്പോൾ അത്രയും ആയതുകൊണ്ട് ഇത് ഒരു ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ അല്ല എന്ന് പറയാം. ക്വാളിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ www.domainname.com. അങ്ങനെ വരണം. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ നോർമലായിട്ട് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഒരു ഹൈറാർക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മുകൾ ഭാഗത്ത്
സി ഡ്രൈവ് കാണിക്കും, അതിനുശേഷം ഫോൾഡർ കാണിക്കും, സബ് ഫോൾഡർ, പിന്നെ ഫയൽ നെയിം, അങ്ങനെയാണ് പറയുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് പറയുമ്പോൾ C:, ഫസ്റ്റ് ഫോൾഡർ / സെക്കൻഡ് ഫോൾഡർ / ഫയൽ, അങ്ങനെയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഫയലിൻ്റെ ഹൈറാർക്കി ആയിട്ട് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട്. പക്ഷേ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ്റെ പേരിൽ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് വരിക. അപ്പോൾ നേരെ താഴെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് en.wikipedia.org അല്ലേ, en.wikipedia.org അല്ലെങ്കിൽ www.computertips.com അങ്ങനെയുള്ള ഒരു രീതിയിലോട്ടാണ് DNSനകത്ത്, അതായത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിനകത്ത് നെയിമിങ് വരുന്നത്. റിവേഴ്സ് ഓർഡറിലാണ് ഈ ഹൈറാർക്കി വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ എന്താണ് നെയിം സിസ്റ്റത്തിൽ വരുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അതായത് C എന്നുള്ളത് റൂട്ടാണ്, അതിന് താഴെ ഡ്രൈവ് ലെറ്റർ, അതിനുശേഷം ഫോൾഡർ, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നേരെ തിരിച്ചാണ് വരുന്നത്. റൂട്ട് ഡൊമൈൻ ഏറ്റവും മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനെറ്റ് ആക്സസിൻ്റെ ടെക്നിക്കാണ്.